ആയി 10 മിനിറ്റിലൊരു പാനിപ്പൂരി ഉണ്ടാക്കാം. 10 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് റെഡി ടു മിക്സാണ് നമ്മളിവിടെ ആച്ചി ബ്രാൻഡിൻ്റെയാണ് പാനിപ്പൂരി എടുത്തിട്ടുള്ളത്. അതിൽ 24 ബോൾസുള്ള പാനിപ്പൂരി ബോൾസിൻ്റെ ഒരു പാക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ മിൻറ്റ് പൗഡർ വരുന്നുണ്ട്, ടർമറിക് പേസ്റ്റ്, സ്വീറ്റ് ടർമറിക് പേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സീസണിങ് ചെയ്ത ഒരു മസാല പൗഡറും കൂടി വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബോൾസ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് 4 സെക്ഷനായിട്ട് നമ്മളിവിടെ ബോൾസ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബോൾസ് പൊന്തി വന്നിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമ്മളൊരു പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വെച്ചു, കുക്കറിലാട്ടോ വെച്ച്. അതുപോലെ തന്നെ ഒരു ഒണിയൻ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു. അതുപോലെ നെക്സ്റ്റ് പിന്നെ നമ്മൾ 2 ബൗളിലായിട്ട് ഒരു ബൗളിൽ ടർമറിക് പേസ്റ്റും മറ്റൊരു ബൗളിൽ മിൻറ്റ് പൗഡറും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ ഈവൻലി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബോയിൽ ചെയ്യാൻ വെച്ച പൊട്ടറ്റോ നോക്കാം. നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടാണ് ക്യാമറ സെറ്റിങ്ങും എല്ലാം കൂടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ആംഗിൾസാണ് ക്യാമറ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് ആ ഒരു പാക്കറ്റിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. ഇതനുസരിച്ചാണ് ഫോളോ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ പൊട്ടറ്റോയും അതുപോലെ ഒണിയനും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ച് സീസണിങ് ചെയ്ത പൗഡർ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ ഗോൾഗപ്പാസിൻ്റെ ടോപ്പ് പൊട്ടിച്ച് നമ്മളത് ഫില്ല് ചെയ്ത് 2 വാട്ടറും ഫില്ല് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.